ബിജെപി സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ സമാപിച്ചു. റിപ്പോർട്ടുകൾ ലഭിക്കാത്തതിനാൽ ഉപതെരഞ്ഞെടുപ്പ് വിഷയം യോഗം ചർച്ച ചെയ്തില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു. അടുത്ത മാസം 7, 8 തീയതികളിൽ കൊച്ചിയിൽ ചേരുന്ന നേതൃയോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ദേശീയ സംസ്ഥാന പ്രാദേശിക നേതാക്കൾക്കിടയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെയും സ്ഥാനാർത്ഥി നിർണയത്തിലും ആരോപണങ്ങൾ ഉയർന്നതിനിടയിലാണ് സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേർന്നതെങ്കിലും വിഷയം ചർച്ചയായില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു. മണ്ഡലം ബൂത്ത് റിപ്പോർട്ടുകൾ ലഭിക്കാത്തതിനാലാണ് ഉപതെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യാതിരുന്നത്. അടുത്ത മാസം 7, 8 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. നേതൃമാറ്റം സംബന്ധിച്ച മാധ്യമങ്ങൾ നൽകുന്ന വാർത്തയെയും അദ്ദേഹം വിമർശിച്ചു. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്തില്ല. കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന മണ്ഡലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. കാരണം വയനാട് ലോക്സഭയിലാണെങ്കിൽ 1300-ലധികം ബൂത്തുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരണം. ചേലക്കരയിലും പാലക്കാടും 175, 180 ബൂത്തുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. 7, 8 തീയതികളിൽ ചേരുന്ന സംസ്ഥാന നേതൃയോഗം പ്രഭാരി ശ്രീ പ്രകാശ് ജാവ്ദേക്കറുടെയും സഹപ്രഭാരി ശ്രീമതി അപരാജിത സാരംഗിയും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് വിശദമായിട്ട് ജില്ലകൾ സമർപ്പിക്കുന്ന റിപ്പോർട്ട് പരിശോധിച്ച് ചർച്ചയ്ക്കെടുക്കും. ഡിസംബർ അവസാനത്തോടെ മണ്ഡലതലം വരെയുള്ള പുനഃസംഘടന പൂർത്തിയാക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളായ എൻ രാധാകൃഷ്ണൻ, MT രമേശ്, PK കൃഷ്ണദാസ് എന്നിവരുടെ അസാന്നിധ്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മറുപടി ഇതായിരുന്നു. ഇന്നത്തെ യോഗത്തിൽ 14 പേർ വന്നിട്ടില്ല. എല്ലാ യോഗങ്ങളിലും ഒരു 5% ആൾക്കാർ വരില്ല. നിങ്ങളുടെ പത്രപ്രവർത്തക യൂണിയൻ്റെ സമ്മേളനങ്ങളിൽ 100% ആൾക്കാർ വരും. രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ യോഗങ്ങളിൽ 100% ആൾക്കാർ വരും. പാർലമെൻറ്റ് നടക്കുമ്പോൾ പോലും 100% ആൾക്കാർ വരില്ല. അമൃത ന്യൂസ്, കൊച്ചി.